ചൈതന്യ മഹാപ്രഭു നമുക്കെല്ലാവർക്കും അറിയാം, കാരുണ്യ അവതാരമാണ്. എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ് ഭഗവാൻ. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ്, എല്ലാവർക്കും കൃഷ്ണപ്രേമം നൽകാനായിട്ട്. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ആരെങ്കിലും ഗൗരാംഗ എന്ന ഹൃദയാംഗതമായിട്ട് ഒരിക്കലെങ്കിലും ജപിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അവിടെ ഹൃദയത്തിൽ കൃഷ്ണപ്രേമം ജാഗൃതമാകുന്നു. എല്ലാവരും ഹൃദയാംഗതമായിട്ട് ഗൗരാംഗ എന്ന് പറയും. എന്നിട്ട് കമൻസിൽ ഗൗരാംഗ എന്ന് ടൈപ്പ് ചെയ്യും. അതേ സമയത്ത് വേറൊരു ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു, നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധ്യ കബുനായി ശ്രവണാദി ശുദ്ധചിത്തെ കരയത്തെ. നിത്യസിദ്ധ കൃഷ്ണപ്രേമം അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ട്. കൃഷ്ണപ്രേമം ഭഗവാനെക്കുറിച്ച് ശ്രവണാദി, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതിലൂടെ ശുദ്ധചിത്ത കരയുദയ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ കൃഷ്ണപ്രേമമുണ്ട്. അതിപ്പം ബീജാവസ്ഥയിലിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ കൃഷ്ണപ്രേമം ജാഗ്രതമാണ് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ നിത്യവും നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഏറ്റവും കുറഞ്ഞതൊരു 16 പ്രാവശ്യം 108 ഹരേ കൃഷ്ണ മഹാമന്ത്രങ്ങൾ നമ്മൾ ജപിക്കുകയാണെങ്കിൽ, ഒരു 16 മാല നിത്യവും ജപിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ക്രമേണ നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളൊക്കെ പോയി ഉള്ളിലെ കൃഷ്ണപ്രേമം ജാഗ്രതവും. ഗോവിന്ദദാസ് എന്ന് പറയുന്ന ഭഗവാന്റെ പാർഷദൻ, നമുക്കറിയാലോ, പരമ കരുണ ബഹുദുയ് ജന എന്ന് പറയുന്ന ആ കീർത്തനത്തിൽ സാര ശിരോമണി എന്നാണ് ഭഗവാനെ പറയുന്നത്. അതായത് എല്ലാ അവതാരങ്ങളുടെയും ശിരോമണി, ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന അവതാരമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംബരവിൻ്റെയും. കേവല ആനന്ദ കണ്ട്, എപ്പോഴും ആനന്ദം മാത്രമേ ഉള്ളൂ, അതിൽ വേറൊന്നുമില്ല.